വിഷ്വല് ഫ്രെയിം വാസമേ വാസമേ അത് സ്റ്റെപ്സ് ഉണ്ട് അതെല്ലാം ഭയങ്കര മറ്റേ ആ ഒരു ബീറ്റിനനുസരിച്ചിട്ടുള്ളൊരു പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇത് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് തെന്നാലി മൂവിയിലെ ആ ഒരു നെക്സ്റ്റ് സോങ് ആണ്. അത് അവരെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡ്യുവറ്റ് സോങ് ആണ് വരാൻ പോകുന്നത്. കമൽ സാർ പ്ലസ് ജ്യോതിക അവർ രണ്ടുപേരും കൂടിയാണ് ഉണ്ടാവാൻ പോകുന്നത്. ശ്വാസമേ എന്നാണ് സോങ്ങിന്റെ പേര്. തുടങ്ങാം. എന്റെ കൈയും പിടിച്ചുകൊണ്ട് ഒരു കാതലി കഥക്കിற മാതിരി കഥ പിടിച്ചുകൊണ്ടേ കഥയുമ്പോ ഓമമില്ല എന്ന് രണ്ടും ചൊല്ലാമൽ ഓമം മട്ടും ചൊല്ലുന്നു എന്ന് என்ன சொல்லி என்னை சொல்ல காதல் என்னை கையால் தள்ள இதயம்தான் ഡുവറ്റേ തെരുവിൽ വെച്ച് വേണ്ടാം എല്ലാരും പാപ്പങ്ങൾ വീട്ടിൽ പോയി കണ്ണടച്ചുകൊണ്ട് ഗാനമല്ല പാടാം. അപ്പടി എന്താ ഡ്രസ് ലൊക്കേഷൻ എല്ലാം മാറ്റിക്കൊണ്ട് என்ன சொல்லி என்னை சொல்ல ആറ്റിറ്റ്യൂഡ് പറയണ്ട. என்ன சொல்லி என்னை சொல்ல காதல் என்னை கையால் தள்ள സോങ് പിന്നെയാണ് എടുത്തതിന് ലുക്കുണ്ട് താടി വേറെ പിന്നീട് എടുത്തിട്ടുണ്ടാവും. പണ്ട് അങ്ങനല്ല ചെയ്യാം. ഒന്നുകിൽ ആദ്യം അല്ലെങ്കിൽ അവസാനം. ലൊക്കേഷൻ കണ്ട മറ്റൊരു ബീറ്റ് അല്ലേ, മെലോഡിയസ് ബീറ്റ്. ഫ്രഷ് ഫീലിംഗ് വിഷ്വല് ഫ്രെയിം വാസമേ വാസമേ வாசமே வாசமே என்ன சொல்லி என்னை சொல்ல கண்கள் ரெண்டே கண்கள் செல்ல சிறகுகள் முளைக்குதே மனசுக்குள் ஜன்னல் காற்றாகிவா ஜரிகை பூவாகிவா மின்னல் மழையாகிவா. ഇല്ല ആ ഒരു ആക്ടറെ പിടിച്ചേക്കണത് നിന്നിട്ട് മറ്റേ ക്യാരക്ടർ ഇല്ല ഇവിടെ മാറിയില്ലേ ക്യാരക്ടർ മാറിയില്ലേ. കാലത്തിലെടുത്തേക്കുന്ന അത് സ്റ്റെപ്സ് ഉണ്ട് അതെല്ലാം ഭയങ്കര മറ്റേ ആ ഒരു ബീറ്റിനനുസരിച്ചിട്ടുള്ളൊരു കൊട്ട് മാത്രമേ ഉള്ളൂ. ஆரரோடு உயிரன் கொண்டே காதல் வர கண்டே இயற்கை கோளாறே இயங்கிய எல்லை செயற்கை கோளாக உன்னை சுட்ட வைத்தாய். அணுசக்தி பார்வையில் உயிர் சக்தி தந்தாய். എല്ലാം ഫോട്ടോ ഫ്രെയിം തമിഴ് ഫ്രെയിംസ് ഇത് ഡ്രസ്
കളറ് ഗ്ലാസ്സിൽ ഭയങ്കര ഭംഗിയല്ലേ കാണാൻ രണ്ടുപേരേട്ടാ, ഭയങ്കര ഭംഗി. ആ ഫ്രെയിം ഭംഗി, മൊത്തം ഭംഗി. അൺഎക്സ്പെക്ടഡ് ടൈപ്പ് സോങ് ആണ്. இசைத்தட்டு போலே இருந்த என் நெஞ்சை பறக்கும் தட்டாக பறந்திட செய்தாய். நதிகளில் ஆட அளவது சொன்னான் நாய் நதியாக எனக்குள்ளே வந்தாய். நிலவு இல்லாத முதல் கிரகம் நானே. അതാണ് ഡ്രസ്സിന് മാച്ച് ചെയ്ത രീതി. கேட்காத நீ கிடைத்தால் பிடித்தது தேனே. റിച്ച്. ശങ്കർ என்ன சொல்லி என்ன சொல்லி என்னை சொல்லு காதல் என்னை கையால் தழுவி. ஜன்னல் காற்றாகிவா ஜரிகை பூவாகிவா மின்னல் மழையாகிவா உயிரின் மூச்சாகிவா. ஜன்னல் காற்றாகிவா ஜரிகை பூவாகிவா மின்னல் மழையாகிவா உயிரின் மூச்சாகிவா. ஜன்னல் காற்றாகிவா ஜரிகை பூவாகிவா മിക്സിങ്. മിന്നൽ മഴയാകിവാ ഉയിരിൻ മൂച്ചാകിവാ. എന്താല്ലേ ആ ഒരു എന്താ പറയാ, അവസാനത്തെ ആ ഒരു ഭയങ്കര ടച്ച് ഉണ്ടായിരുന്നു. ടച്ച്. അതായത് പാട്ടില്ലേ ഭയങ്കര ലയിപ്പിക്കുന്ന ഒരു സാധനം. കറക്റ്റ് ആ ലൊക്കേഷനിൽ ആ മഞ്ഞിന്റെ പോലെ തന്നെ എഫക്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു സോങ് ഭയങ്കരമായിട്ട് ഒരു മൂഡ് ഷിഫ്റ്റിംഗ് സംഭവം തന്നെ. കാരണം അത്രയുള്ള ഒരു മൂഡിന് നേരത്തെ ആ ഒരു അത്രയും കോമഡിയുടെ ഇടയ്ക്ക് ആ ഒരു ഇമോഷണൽ സംഭവം വന്നതുപോലെ തന്നെ എന്താ പറയാ, ഈ ഒരു റൊമാൻറ്റിക് സോങ് അത് പ്രത്യേകിച്ച് ആ ഒരു ജോണറിനോട് യോജിക്കാത്ത ഒരു പാട്ടാണെന്നുണ്ടെങ്കിലും ഭയങ്കര ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സംഭവം ഇതാണ് വരാൻ പോകുന്ന ഒരു പാട്ടാണെന്നുള്ളത്. എന്റെ അതിൽ തന്നെ ആ ഒരു രസം എന്ന് പറയുന്നത് ഭയങ്കര ഇവരുടെ രണ്ടുപേരുടെ ആ ഒരു ലുക്ക് ആയാലും പിന്നെ ആ ഒരു സിനിമോട്ടോഗ്രാഫി അതുപോലെ ഡയറക്ഷന്റെ ആ ഒരു സംഭവം ഇല്ല, എല്ലാം നല്ല രസത്തിൽ വിഷ്വലി റിച്ച് എന്നൊക്കെ പറയുന്നത്. ഇപ്പോഴത്തെ കാലത്തിനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ്. ഏകദേശം ഈ കാലഘട്ടത്തിൽ ഇറങ്ങിയ പാട്ടിന്റെ ഒരു ഫീല് ആ ഒരു സംഭവത്തിൽ നമ്മുടെ ഇതിഹാസയിലൊക്കെ സോങ് ആ ഒരു അതായത് ക്വാളിറ്റി വിഷ്വൽസ്, ക്വാളിറ്റി ലൈൻസ്, ക്വാളിറ്റി മ്യൂസിക്. എയർമൻസൺ ടോപ്പ് നോച്ച് ആണ്. കാരണം വെച്ചാല് ഭയങ്കര രസം. അവസാനത്തോട്ടൊക്കെ വരുമ്പോ ആ ഒരു രണ്ടുപേരും ഒരുമിച്ച് പാടുന്ന ഒരു സംഭവമൊക്കെ വരുമ്പോ ഭയങ്കര ബ്ലെൻഡ് ഉണ്ട്. അതാണ് സിംഗേഴ്സ് ആരാ സിംഗേഴ്സ് എന്നറിയില്ല. കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലായിട്ടില്ല ഹരിഹരൻ സാറാണോ ഇനി അല്ലെങ്കിൽ അല്ലെ, അങ്ങനെ ഒരു ഫീലും ഉണ്ട്. അങ്ങനെ ഭയങ്കര ഇതായിട്ട് പാടുന്നു. പിന്നെ അതുപോലെ ഫീമെയിൽ സിംഗറും അങ്ങനെ തന്നെ കേട്ടോ. രണ്ടുപേരുടെ ആ ഒരു വോയിസ് ഭയങ്കര ബ്ലെൻഡ് ആണ്. പക്ഷെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിംഗ് ഉണ്ട് അതിനകത്ത്. വോയിസിൽ ആ ഒരു ശബ്ദത്തിലുള്ള ഒരു ഫ്ലക്ച്വേഷൻ എവിടെയൊക്കെ ഉള്ളത് കൊണ്ടിട്ടാണ് ആ ഒരു സംഭവം മനസ്സിലാത്തത്. പക്ഷെ പാടിയിരിക്കുന്ന ഒരു രക്ഷയില്ല. അത് മാത്രല്ല ഇവരുടെ രണ്ടുപേരും എനിക്ക് തോന്നുന്നത് വേട്ടയാട് വിളയാട് മൂവിയിൽ ഇവർ രണ്ടുപേരാണുള്ളത്. സജഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനും പാട്ടേ വാർത്ത മുതൽദാനില് പക്ഷെ ജ്യോതിക അല്ല. പക്ഷെ ആ പടത്തിൽ ഇവർ രണ്ടുപേരാണ്. അതെങ്ങനെ സിറ്റുവേഷൻ ഒന്നും അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു മൂവിയുടെ ആ ഒരു കോമ്പിനേഷൻ ചിലപ്പോൾ എടുത്തത്. പക്ഷെ ഇതിനകത്ത് രണ്ടുപേരും കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് കമൽ സാറിന്റെ ഒരു പ്രത്യേകതയും കൂടിയാണ്. ഏത് നായികമാരുടെ നല്ല അടിപൊളിയായിട്ട് കെമിസ്ട്രി വർക്കൗട്ടോ. ഇപ്പം പഞ്ചതന്ത്രത്തിൽ നമ്മളെ ദേവയാനിന്റെ കൂടെ വരുമ്പോൾ സമയത്ത് നല്ല രസം ഉണ്ടായിരുന്നു. ഇതിന്റെ അകത്ത് തന്നെ അവര് നമ്മള് ഒരുമിച്ച് വരുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോ കോമ്പിനേഷൻ വന്നിട്ട് കുറെ അധികം മിസ് മാച്ചസ് ഉണ്ട് എന്നുണ്ടെങ്കിലും എവിടേക്കോ ഭയങ്കര ഒരു മാച്ചായി പോകുന്നുണ്ട്. അത് കമൽ സാറിന്റെ ഒരു വലിയൊരു പ്രത്യേകതയും കൂടിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് സീനിൽ കാണാൻ എന്താ വരാൻ പോകുന്നത് എന്നുള്ളത്.